നമസ്കാരം. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കുന്നതിനിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന് പോലീസ് തന്നെ പറയുന്നു. യാത്രക്കിടെ സോനം എല്ലാ ദിവസവും വാട്സാപ്പിൽ ആൺസുഹൃത്തായ രാജിന് ലൈവ് ലൊക്കേഷൻ കൈമാറിയിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു. ഈ ലൊക്കേഷൻ തന്നെ കൊട്ടേഷൻ സംഘത്തിന് രാജ് കൈമാറി. അസമിലെ കാമാഖ്യ ക്ഷേത്രം സന്ദർശിക്കാൻ ഭർത്താവിനെ സോനം നിർബന്ധിച്ചിരുന്നു. ഇവിടെ നിന്നു മുതൽ കൊലയാളി സംഘം ഇവരെ പിന്തുടർന്നുവെന്നും പോലീസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സോനത്തിന് ഭർത്താവ് രാജ രഘുവൻഷിയോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. ജൂൺ 2-നാണ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവൻഷിയുടെ മൃതദേഹം ഷിലോങ്ങിലെ കൊക്കയിൽ നിന്ന് കണ്ടെടുത്തത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ടാണ് ഭാര്യ സോനത്തെ ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിലെ ഒരു ധാബയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ഇതോടെയാണ് മധുവിധു ആഘോഷത്തിനിടയിൽ നടന്ന ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. രാജ രഘുവൻഷിയെ ഭാര്യയായ സോനവും സോനത്തിന്റെ ആൺ സുഹൃത്തായ രാജ് കുഷ്വയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെ കൊല്ലാൻ സോനം കൊട്ടേഷൻ നൽകിയ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെയ് 11-നായിരുന്നു സോനത്തിന്റെയും രാജ രഘുവംശിയുടെയും വിവാഹം. ഇതിനുശേഷം മെയ് 20-ന് ഇവർ മേഘാലയയിലേക്ക് പോയി. മെയ് 23-ന് ഇരുവരെയും കാണാനില്ല എന്നുള്ള പരാതി പോലീസിന് ലഭിച്ചു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ ജൂൺ 2-ന് മൃതദേഹം കിട്ടി. രാജ രഘുവൻഷിയുടെ മൃതദേഹത്തിന് സമീപം ചോര പുരണ്ട സോനത്തിന്റെ ഷർട്ടും മൂർച്ചയേറിയ ഒരു ആയുധവും കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഭർത്താവിനെ ഒഴിവാക്കാൻ ആൺ സുഹൃത്തും സോനവും ചേർന്നാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇവർ തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതായും പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ താൻ നിരപരാധിയാണെന്നാണ് സോനത്തിന്റെ വാദം. മേഘാലയയിൽ നിന്നും തന്നെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് സോനം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സോനം തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുമ്പോഴും കൊലപാതകത്തിലേക്ക് സോനത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. മേഘാലയയിൽ നിന്ന് സോനം ഉത്തർപ്രദേശിൽ എത്തിയതെങ്ങനെയെന്നും പോലീസിന് വിവരമില്ല. ഇന്ന് വൈകിട്ട് സോനത്തെ മേഘാലയയിൽ എത്തിക്കും. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരയായി അഭിനയിച്ചാൽ പോലീസ് സംശയിക്കില്ല, രക്ഷപ്പെടാമെന്നും ഹണിമൂണിനിടെ ഭർത്താവിനെ, അതായത് വ്യവസായിയായ രാജ രഘുവംശിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഭാര്യ സോനത്തിന്റെ ചിന്തകൾ പോലീസിനെ എങ്ങനെ കബളിപ്പിക്കാം എന്നതായിരുന്നു. പോലീസ് അന്വേഷണ രീതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും സോനത്തിന് നിഷ്കളങ്കത തെളിയിക്കുന്നതിൽ തടസ്സമായി. പോലീസിന് മുന്നിൽ സ്വയം ഒരു ഇരയായ സോനം അവതരിച്ചു. തന്നെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി ഗാസിപ്പൂരിൽ എത്തിച്ചുവെന്ന് അവർ പറഞ്ഞു. കുടുംബത്തെ ഈ വിവരം ആദ്യം അറിയിച്ച സോനത്തിന് വൈകാതെ പോലീസ് തന്നെ തേടിയെത്തുമെന്ന് അറിയാമായിരുന്നു. താൻ ഗാസിപ്പൂർ വാരണാസി റോഡിലെ ധാബയിലാണ് കഴിഞ്ഞതെന്ന് അവർ തിങ്കളാഴ്ച പുലർച്ചെ വീട്ടുകാരോട് പറഞ്ഞു. മാതാപിതാക്കൾ ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങിയത്. മെഡിക്കൽ ചെക്കപ്പിന് ശേഷം 1 സ്റ്റോപ്പ് സെന്ററിലേക്ക് അയച്ചു. മേഘാലയ പോലീസ് ഇപ്പോൾ സോനത്തിനെ ചോദ്യം ചെയ്ത് നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. യുപിയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP അമിതാഭ് യശ് NDTVയോട് പ്രതികരിച്ചു. ആസൂത്രണം പിഴച്ചു. മെയ് 23 മുതൽ 2 ആഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണം ക്ലൈമാക്സിലെത്തിയത് യുപിയിലെ ഗാസിപ്പൂരിൽ വെച്ച് സോനത്തിനെ പിടികൂടിയതോടെയാണെന്ന് പറയാം.